2025 നന്ദി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത് തുടങ്ങിയത് കൊല്ലത്തുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പമുള്ള സെലിബ്രേഷനോട് കൂടിയാണ്. അപ്പോൾ കോളേജ് ലൈഫിലെ അവസാനത്തെ ക്രിസ്മസ് വെക്കേഷനും കഴിഞ്ഞ് ഫൈനൽ ഇയർ ഫൈനൽ സെം ഓഫ് കുസാറ്റ് ലൈഫിലേക്ക് കടന്നു വരുന്ന വരവാണിത്. അന്നൊക്കെ ക്ലാസ് കട്ട് ചെയ്യുന്നതിനൊരു കൈയും കണക്കും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വർക്കലിക്ക് പോകാമെന്ന് ഗോവു പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല. ക്ലാസ് തുടങ്ങി 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ അടുത്ത ട്രിപ്പ് അങ്ങ് സെറ്റ് ചെയ്തു. ഇനി ലൈഫിലെ ബെസ്റ്റ് ഡേയ്സ് തീരാൻ ആകെ 3 മാസമേ ഉള്ളൂ. അപ്പോൾ ആഘോഷിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ആഘോഷിക്കണം എന്നൊരൊറ്റ മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ചെറിയ സ്റ്റേക്കേഷനൊക്കെ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് സെറ്റ് ചെയ്തു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെ പീക്ക് നൊസ്റ്റാൾജി തന്നെയാണ്. ഇതെൻ്റെ കോളേജ് ലൈഫിലെ അവസാനത്തെ കലോത്സവമാണ് കേട്ടോ. അതിനിടയ്ക്കായിരുന്നു നമ്മുടെ ലാലേട്ടൻ്റെ എമ്പുരാൻ്റെ റിലീസ്. അങ്ങനെ വിചാരിച്ചാലും പെട്ടെന്ന് സെം അങ്ങ് തീർന്നു. പരീക്ഷയും കഴിഞ്ഞു, ഫെയർവെല്ലും അങ്ങ് എത്തി. സത്യം പറഞ്ഞാൽ കോളേജിൽ നിന്ന് ഇറങ്ങാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ആണുങ്ങൾ കരയുമെന്ന് ചോദിക്കുന്നത്. ആണുങ്ങൾ കരയും. നമ്മളെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരുപാട് നല്ല മൊമെന്റ്സ് വന്ന സ്ഥലത്തിനോട് വിട പറയേണ്ടി വരുമ്പോൾ ആണുങ്ങൾ അറിയാതെ കഴിഞ്ഞു പോകും. ഇതുകൊണ്ടൊക്കെ തന്നെ ലൈഫിലൊരു ബ്രേക്ക് എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഒരു 2 മാസം വീട്ടിൽ തന്നെയായിരുന്നു. ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. പിന്നീട് ഞാൻ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു സ്വപ്നമായിരുന്നു ഒരു ബുള്ളറ്റ് സ്വന്തമായിട്ട് വാങ്ങുക. അത് ഞാൻ ഈ സമയത്ത് നേടിയെടുത്തു. കോഹ്ലി ഏകദേശം കാത്തിരുന്നതുപോലെ ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് കാത്തിരുന്നതാണ്. അങ്ങനെ എൻ്റെ കരിയർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കൊച്ചിയിലേക്ക് വന്നു. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ വേറെ ആയിരുന്നു. എന്നെ കുറെ ഒന്ന് ചുറ്റിച്ചു. അങ്ങനെ എനിക്ക് ഒരുപാട് ഇമോഷണൽ ബോണ്ടുള്ള കൊച്ചിയോട് എനിക്ക് ബൈ പറയേണ്ടി വന്നു, നേരെ തിരുവനന്തപുരത്തേക്ക്. അങ്ങനെ പുതിയൊരു റോൾ, പുതിയ ചില മനുഷ്യർ അവരുള്ളതുകൊണ്ടാണോന്ന് അറിയില്ല, എനിക്ക് പെട്ടെന്ന് തന്നെ ആ പ്ലേസിനോടൊരു അറ്റാച്ച്മെന്റ് വന്നു തുടങ്ങി. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് വെരി കംഫർട്ടബിൾ. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫ് വീണ്ടും റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പഴയതുപോലെ സിനിമ കാണലും അതുപോലെ തന്നെ പഴയതുപോലെ എക്സ്പ്ലോറിംഗ് ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 ട്രിപ്പൊക്കെ അടിച്ചു 2025. ഒരു ഗവി, ഒരു കൊടൈക്കനാൽ, ഒരു മൂന്നാർ, ഒരു വാഗമൺ എല്ലാം ഈ ഒരു ടൈം പീരിയഡിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റി. സോ ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ നന്ദി പറയാനുള്ളത് ദൈവത്തോടും പേരൻസിനോടും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടും ഒക്കെ തന്നെയാണ്. ബിക്കോസ് ദേ സ്റ്റാർട്ടഡ് മേക്കിംഗ് മീ ബിലീവ് ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ് അഗെയിൻ. അപ്പോൾ എല്ലാവർക്കും 2026 നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ 2025 ഞാൻ പഠിച്ച ലെസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ കഷ്ടപ്പെടുത്തിയാലും സങ്കടപ്പെടുത്തിയാലും അവസാനം ദൈവം നമുക്കത് കൊണ്ടുതരും. അത് ഉറപ്പാണ്.